ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങാക്കറി. ചക്കക്കുരു മാങ്ങയും കൂടെ ചേർത്ത് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കുകയാണ്. പഴയ ഒരു ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കഞ്ഞീരൂടെയൊക്കെ കുടിക്കാനായിട്ട് പറ്റിയ ഒരു കറിയാണിത്. അതിന് നല്ല പുളിയുള്ള നല്ല മാങ്ങ, ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് കിളിച്ചുണ്ട മാങ്ങയാണ്. നല്ല പുളിയുള്ള നല്ല കിളിച്ചുണ്ട മാങ്ങ സ്ക്വയറായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ചക്കക്കുരു, അതും നല്ല വട്ടത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങായും അതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരമുറി തേങ്ങ, 3 ചുവന്നുള്ളി, ഇത് അരയ്ക്കാൻ വേണ്ടുന്നത്. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ജീരകവും. പിന്നെ ഇത് കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു 4 വറ്റൽമുളകും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും. അപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചക്കക്കുരു മാങ്ങയും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചക്കക്കുരു, ഇനി അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ, ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങായും കൂടെ അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞളും ഉപ്പും ചക്കക്കുരു മാങ്ങായും കൂടെ ചേർത്ത് വേവിക്കുകയാണ്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. എടുത്തു വെച്ചേക്കുന്ന തേങ്ങ, ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു ശകലം മുളക് പൊടി, കൊച്ചു സ്പൂണിൽ 1 സ്പൂൺ ജീരകം. ഇനി ഇത് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരണം. ഒരു 3 കഷ്ണം ചുവന്നുള്ളി. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചുകൊണ്ട് വരാം. മഷി കണക്ക് അരയ്ക്കാം. അപ്പം നമ്മുടെ തേങ്ങ നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമുക്കുള്ള ചക്കക്കുരു മാങ്ങായും വെന്തോന്ന് നോക്കാം. കണ്ടേ, ചക്കക്കുരു മാങ്ങായൊക്കെ ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നു. ഇത് നല്ലോണം വെന്ത് ഉടയണം. നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ചക്കക്കുരു മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ആ തേങ്ങ അരച്ചത് ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് ശകലം തിള വന്നാൽ മതി. കുറച്ച് തിള വന്നിട്ട് ഓഫാക്കാം. ഒത്തിരി വെള്ളം ചേർത്താൽ ഇതങ്ങ് വെള്ളം കണക്കായിപ്പോവും. ഇത് ഇരുന്നങ്ങ് കുറുകി റെഡി ആയിക്കോളും. തിള വരുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. നല്ലോണം തിളയ്ക്കണം. അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഇതിനകത്ത് കടുക് വറുത്തിടണം. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പം നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. അത് കടുക് പൊട്ടി അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളി കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇടാം. കറിവേപ്പിലയും മുളകും ഒക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.